ജീവനേ മനമിടിഞ്ഞ രോഗികൾക്ക് സൗഖ്യമേ എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു നാദലോക നാഥനീശു എഴുന്നള്ളുന്നു മാനവർക്ക് വരം തൂകി എഴുന്നള്ളുന്നു. മഹാരാജാവ് നമ്മളുടെ മധ്യത്തിലേക്ക് വന്നിരിക്കുന്നു. ഈ സ്വർഗീയ രാജാവിനെ നമ്മൾക്ക് തുണിച്ചുകൊണ്ട് ഈ രാജാവ് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന നിധിയാണ്. സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനുമാണ്. ഓ ജ്ഞാനമേ, ഓ ജ്ഞാനമേ, ഓ മഹാരാജാവേ, സ്വർഗീയ രാജമേ, സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ നിഗൂഢമായി ഈ ഒരപ്പത്തിൽ നിക്ഷേപിച്ചുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്ന ദൈവമേ, എല്ലാവരും തുതിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ഒരു ഗാനം നമ്മളിപ്പോൾ ആലപിക്കുമ്പോൾ, ആത്മാവാണ് സഹായകൻ എന്ന ഗാനം ആലപിക്കുമ്പോൾ, ഈ ദാഹത്തോടുകൂടി ഈശോയെ അങ്ങാണ് അരുളി ചെയ്തത്, ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയും മറ്റൊരു സഹായകന് നിങ്ങൾക്ക് നൽകും, പരിശുദ്ധാത്മാവിനെ നൽകും. ആ സഹായകൻ നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും, നിങ്ങൾക്ക് ജ്ഞാനം തരും, ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ വെളിപ്പെടുത്തി തരും. അവൻ സ്വമേധയാ സംസാരിക്കുകയില്ല. ആ പരിശുദ്ധാത്മാവ് നമ്മൾക്കെല്ലാവർക്കും ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ ഗാനം ആലപിക്കുമ്പോൾ ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ബോധ്യത്തിൽ, ഈശോ അന്നേ പ്രാർത്ഥിച്ചതാണ്. ഈശോയുടെ എല്ലാ പ്രാർത്ഥനകളും നമുക്ക് വേണ്ടിയിട്ടാണ്. ഈശോ പിന്നെ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കണേ പറയും. ഈശോ ബൈബിളിൽ ഒരുപാട് സ്ഥലത്ത് പ്രാർത്ഥിച്ചതായിട്ട് കാണുന്നുണ്ട്. യോഹന്നാൻ ശ്ലീഹ പറഞ്ഞിരിക്കുന്നു, ഞാനിവിടെ എഴുതിയേക്കുന്നത് അതിനകത്ത് കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പം ഈ 3 വർഷം എല്ലാ ദിവസവും യേശു പ്രാർത്ഥിച്ചത് ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണോ അല്ലയോ? ഇന്ന് ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരെയും അന്ന് ഈശോ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എന്താ പ്രാർത്ഥിച്ചേക്കണത്? എന്താ പ്രാർത്ഥിച്ചേക്കണേ? കടബാധ്യത മാറാനാണോ? വീട് വെക്കാനാണോ? സ്ഥലം വെക്കാനാണോ? ഒന്നുമല്ല. സ്വർഗീയമായ ആത്മീയ ദാനങ്ങൾ നമുക്ക് തരാൻ വേണ്ടിയാണ് ഈശോ പ്രാർത്ഥിച്ചത്. ആ ദാരിദ്ര്യത്തിൻ്റെ അനുഭവമാണ് നമ്മുടെ ദാരിദ്ര്യം എന്ന ആ ഒരു വ്രതത്തിൻ്റെ തന്നെ അർത്ഥം. അത് പിന്നീട് നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ ചിന്തിക്കേണ്ട ഇതാണ്, പരിശുദ്ധാത്മാവിനെ ഈശോ നമുക്ക് നൽകിക്കൊണ്ട് ഈശോ പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവും പ്രാർത്ഥിക്കുന്നു. ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മറ്റൊരു സഹായകനെ തരും. അതായത് ഈശോ എന്ന ഒരു സഹായകനുണ്ട്. അതുകൊണ്ടല്ലേ മറ്റൊരു സഹായകൻ എന്ന് പറയുന്നത്. മറ്റൊരു സഹായകൻ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും ഞാൻ മാത്രം പോരാ, മറ്റൊരു സഹായകനെ കൂടി തരാൻ പോവുകയാണ്. ആ സഹായകൻ ജ്ഞാനം തരും, നിങ്ങൾക്ക് എല്ലാം പഠിപ്പിക്കും. ആ ബോധ്യത്തോടെ നമുക്ക് ഈ ഗാനം ആലപിക്കാം. ഈ ഗാനം ആലപിക്കുമ്പോൾ പ്രാർത്ഥനാപൂർവം അത് ആലപിക്കുക. ഇതൊരു വലിയ പ്രാർത്ഥനയാണ്. ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നെ സഹായിക്കുന്നവൻ. നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണമേ, വിവേകം നൽകണമേ, നിഗൂഢമായ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ജ്ഞാനമേ, ദൈവിക രഹസ്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന്റെ വലിയ വലിയ
വലിയ രഹസ്യങ്ങൾ മനസ്സിലാക്കി തരണമേ. വലിയ രഹസ്യങ്ങൾ മനസ്സിലാക്കി തരണമേ. വലിയ പോസിബിലിറ്റീസ് മനസ്സിലാക്കി തരണമേ. വലിയ പോസിബിലിറ്റീസ് മനസ്സിലാക്കി തരണമേ. പരിശുദ്ധാത്മാവേ, ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല, ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല, ഇതിനപ്പുറത്തുള്ള സ്വർഗീയ ജീവിതത്തിന് ഇപ്പോൾ തന്നെ ഞങ്ങളെ തയ്യാറാക്കുന്ന ജ്ഞാനമേ, ഞങ്ങളിൽ തുറക്കണമേ. ആത്മാവേ സഹായിക്കണം. എന്നോടൊപ്പം ആയിരിക്കുന്നവനാ
ചൊരിഞ്ഞിടുന്നു. ബുദ്ധിയും ബോധ്യവും ദൈവിക ശക്തിയും ആത്മാവിൽ ചൊരിഞ്ഞിടുന്നു. ദൈവത്തിന്റെ ഗൂഢരഹസ്യങ്ങൾ ആത്മാവിൽ പകർന്നിടുന്നു. ബുദ്ധിയും ബോധ്യവും ദൈവിക ശക്തിയും ആത്മാവിൽ ചൊരിഞ്ഞിടുന്നു. ആത്മാവിൽ ചൊരിഞ്ഞിടുന്നു. ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ. ആത്മാവാണ് സഹായകൻ, ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ. ആത്മാവാണ് സഹായകൻ, ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ. ആത്മാവാണ് സഹായകൻ, ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്നവൻ. ആത്മാവാണ് സഹായകൻ, ആത്മാവാണ് സഹായകൻ, ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്നോടൊപ്പം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. യേശുവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ജ്ഞാനമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ദൈവജ്ഞാനമേ, ദൈവരഹസ്യങ്ങൾ, നിഗൂഢ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്ന ജ്ഞാനമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാഷാവരമുള്ളവർ ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്കറിയില്ല എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാവരും ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ഭാഷാവരങ്ങൾ, പുതിയ ഭാഷാവരങ്ങൾ. പുതിയ ഭാഷാവരങ്ങൾ. ഓ ജ്ഞാനമേ, ഞങ്ങളിൽ തുറക്കണമേ. ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ തുറക്കണമേ. ലംബി, 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 ലംബി. ഓ പരിശുദ്ധാത്മാവേ, ശാന്തമായി നമുക്കിരിക്കാം. ഇരിക്കുക. നമ്മൾ ഈശോയുടെ സാന്നിധ്യത്തിൽ, നമ്മുടെ സ്വർഗീയ മഹാരാജാവിൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കുകയാണ്. ആ മഹാരാജാവ് തൻ്റെ സർവാധിപത്യ ശക്തി, സർവജ്ഞനായ മഹാരാജാവ് നമ്മളെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത് അവിടുത്തെ ജ്ഞാനം മുഴുവനും നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ്. മുഴുവനും. ഓ ഈശോയെ, ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അങ്ങിലാണല്ലോ ഒളിഞ്ഞിരിക്കുന്നത്. ഞങ്ങളത് ഒന്നൊന്നായിട്ടിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാവധാനം നമ്മുടെ ഉള്ളിൽ വളരെ പ്രോത്സാഹനജനകമായിട്ട് നമ്മൾ ചിന്തിക്കണം. ദൈവത്തിൻ്റെ ആഗ്രഹം എല്ലാ രഹസ്യങ്ങളും നമ്മളോട് പറയണമെന്നാണ്. പോസിറ്റീവായിട്ട് ചിന്തിക്കൂ. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, ഈശോ നമ്മളെ വിളിച്ചിരിക്കുന്നത് തൻ്റെ മണവാട്ടിയായിട്ടാണ്. അതായത് മണവാളനുള്ളതെല്ലാം മണവാട്ടിക്കുള്ളതാണ്. ഒന്നുകൊണ്ടും സംശയിക്കണ്ട. പക്ഷെ നമ്മുടെ ഔട്ട്ലുക്ക്, നമ്മുടെ ചിന്ത ദൈവദാനങ്ങൾക്കൊത്തവിധം ചിന്തിക്കൂ. നമ്മൾ ഭൗതികതയിലോ ആ ഭൗതികത എല്ലാം വിട്ട് നമ്മളെ ആത്മീയതയുടെ ആ കോണിയിലേക്ക് പ്രവേശിക്കും. നമ്മളെ ആത്മീയമായി ഉയർത്തുക എന്നത് മാത്രമാണ് ഈശോയുടെ ആഗ്രഹം. ഞാനായിരിക്കുന്നിടത്ത് നിന്നെയും ഞാൻ കൊണ്ടുപോകും. അവിടെ രഹസ്യങ്ങളുടെ മേഖലയാണ്. നിഗൂഢമായതും പ്രകടമായതും അവൾ വെളിപ്പെടുത്തുന്നു. വത്സ, സാവധാനം വായിച്ചോ. 3:7-22 മുതലുള്ള വാക്യങ്ങൾ സാവധാനം നിർത്തി വായിക്കുമ്പോൾ അതോരോന്നും
നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ബോധ്യത്തിൽ അത് നമ്മളിൽ തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ജ്ഞാനത്തിലൂടെ ഈ ജ്ഞാനത്തിൻ്റെ 21 പ്രോപ്പർട്ടീസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഞങ്ങളിൽ തുറക്കണമേ ഈശോയെ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ ഈശോയെ. സകലതും രൂപപ്പെടുത്തുന്ന ജ്ഞാനമാണ് എന്നെ അഭ്യസിപ്പിച്ചത്. നിർത്തൂ. സകലതും രൂപപ്പെടുത്തുന്ന ജ്ഞാനം, സകലതും രൂപപ്പെടുത്തുന്ന ജ്ഞാനമാണ് എന്നെ അഭ്യസിപ്പിച്ചത്. ഓ ഈശോയെ, ഞങ്ങൾ പല കാര്യങ്ങളെക്കുറിച്ച് ഭയങ്കര ടെൻഷനാണ്, വളരെയധികം സ്ട്രെസ്ഡ് ഔട്ടാണ്, വളരെയധികം ആകുലപ്പെടുകയാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ആ ജ്ഞാനം അങ്ങ് തന്നിരിക്കുന്നത് കൊണ്ട് അതെല്ലാം ജ്ഞാനം തന്നെ രൂപപ്പെടുത്തും. ഞാനല്ല, ജ്ഞാനമാണ് അതിൻ്റെ ശില്പി, ജ്ഞാനമാണ് അതിൻ്റെ ജനനി. അവളാണതിൻ്റെ ജനനി എന്ന് ഞാൻ അന്ന് അറിഞ്ഞില്ല, എന്നാൽ ഇപ്പോൾ അറിയുന്നു. എങ്ങനെയാണ് അവളെല്ലാം രൂപപ്പെടുത്തുന്നത്? സാവധാനം. അടുത്തത്, അവളുടെ ചൈതന്യം വിവേകമുള്ളതും ചൈതന്യം വിവേകമുള്ളതും, സാവധാനം, വിശുദ്ധവും അതുല്യവും ബഹുമുഖവും സൂക്ഷ്മവും ചലനാത്മകവും സ്പഷ്ടവും നിർമ്മലവും വ്യതിരക്തവും ക്ഷതമേൽപ്പിക്കാനാവാത്ത വിധം നന്മയെ സ്നേഹിക്കുന്നതും തീഷ്ണവും അപ്രതിരോധ്യവും ഉപകാരപ്രദവും ആർദ്രവും സ്ഥിരവും ഭദ്രവും ഉത്കണ്ഠയിൽ നിന്ന് മുക്തവും സർവശക്തവും സകലത്തെയും നിയന്ത്രിക്കുന്നതും ബുദ്ധിയും നൈർമല്യവും സൂക്ഷ്മതയുള്ള ചേതനകളിലേക്ക് ചുഴഞ്ഞിറങ്ങുന്നതുമാണ്. എല്ലാ ചലനങ്ങളേക്കാൾ ചലനാത്മകമാണ് ജ്ഞാനം. അവൾ തൻ്റെ നിർമ്മലതയാൽ എല്ലാറ്റിലും വ്യാപിക്കുന്നു, ചുഴന്നിറങ്ങുന്നു. അവൾ ദൈവശക്തിയുടെ ശ്വാസവും സർവശക്തത്തിൻ്റെ മഹത്വത്തിൻ്റെ ശുദ്ധമായ നിസരണവുമാണ്. മലിനമായ ഒന്നിനും അവളിൽ പ്രവേശനമില്ല. നിത്യ തേജസ്സിൻ്റെ പ്രതിഫലമാണവൾ. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ നിർമ്മല ദർപ്പണം, അവിടുത്തെ നന്മയുടെ പ്രതിരൂപം. ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ്. മാറ്റത്തിന് അധീനയാകാതെ അവൾ സർവവും നവീകരിക്കുന്നു. ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിക്കുന്നു. അവരെ
ദൈവമിത്രങ്ങളും പ്രവാചകരുമാക്കുന്നു. ദൈവം എന്തിനേക്കാളും ഉപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നു. ജ്ഞാനത്തിന് സൂര്യനേക്കാൾ സൗന്ദര്യമുണ്ട്. അവൾ നക്ഷത്രരാശിയെ അതിശയിക്കുന്നു. പ്രകാശത്തോട് തുലനം ചെയ്യുമ്പോൾ അവൾ തന്നെ ശ്രേഷ്ഠ. കാരണം പ്രകാശം ഇരുട്ടിന് വഴിമാറുന്നു. ജ്ഞാനത്തിനെതിരെ തിന്മ ബലപ്പെടുകയില്ല. ഈ കേട്ട കാര്യങ്ങളിൽ ഒന്നോ രണ്ടോ ആശയത്തെ മുറുക്കെ പിടിക്കുക. ഉദാഹരണം, ഏകയെങ്കിലും അവൾ സകലതും നവീകരിക്കുന്നു. അല്ലെങ്കിൽ അവൾ ദൈവശക്തിയുടെ ശ്വാസവും സർവശക്തൻ്റെ ശുദ്ധമായ നിസ്സരണവുമാണ്. അല്ലെങ്കിൽ ആ 23-ാമത്തെ വചനത്തിലുള്ള 21 കാര്യങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും ഒരെണ്ണം ആഴമായി പിടിച്ചിട്ട്, പരിശുദ്ധാത്മാവേ എനിക്കത് വേണം, ഇതാണ് എൻ്റെ കുറവ്, ഈശോ നമ്മളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുകയാണിത്. ശാന്തമായി ഇരുന്നാൽ മതി. ഓൺലി റിസീവ് ഇറ്റ്. ഈശോ പ്രാർത്ഥിക്കുന്നു നമുക്ക് വേണ്ടി, പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. വി ആർ ഓൺലി റിസീവിങ്. നമ്മൾ അതിനു വേണ്ടി അത് സ്വീകരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
ശാന്തമായി ഇരിക്കുമ്പോൾ തന്നെ വ്യഗ്രതകൾ ഒഴിഞ്ഞ് പണ്ഡിതൻ്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ അടുത്ത് ശാന്തമായി ഇരിക്കുക. ഓ ദൈവമേ, എൻ്റെ അറിവ് ഒരെള്ളോളമേ ഉള്ളൂ, എനിക്കറിയില്ല. ഓ ദൈവമേ, ഈശോയെ, ഞങ്ങളുടെ അറിവ് ഒരെല്ലോളമേ ഉള്ളൂ, എന്നാൽ ഞങ്ങൾക്ക് ഇനി അറിയേണ്ടത് ഒരു കടലോളമുണ്ട്. ഈ ലോകത്തിലെ കാര്യങ്ങളാണ് ഞങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ സ്വർഗീയ ആ രാജ്യത്തിലെ കാര്യങ്ങൾ ഞങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തരും? പൂർണ്ണമായവ വരുമ്പോൾ അപൂർണമായവ താനേ പോയിക്കോളും. പൂർണ്ണമായയ്ക്ക് വേണ്ടി ദാഹിക്കുക. അജ്ഞത താനേ മാറിക്കോളും. ജ്ഞാനം വരുമ്പോൾ അജ്ഞത മാറിക്കോളും. നമുക്ക് സാവധാനം ഈ ആരാധനയുടെ സമാപനത്തിലേക്ക് പ്രവേശിക്കാം. സമാപന ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. പക്ഷേ ഈ നിശബ്ദതയിൽ കർത്താവ് വലിയ ഒഴുക്കാണ് തരുന്നതെന്ന്
ബോധ്യത്തിൽ അങ്ങ് തുറന്നു കൊടുക്കുക. നമ്മളൊന്ന് തുറന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ദൈവമേ എനിക്ക് അറിയില്ല, എളിമപ്പെട്ടാൽ മതി. മറിച്ച് അല്പമെങ്കിലും നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്, എനിക്കിതൊക്കെ അറിയാം എന്ന് ചിന്തിച്ചാൽ ഉടനെ സ്റ്റോപ്പ്, ജ്ഞാനത്തിൻ്റെ ഒഴുക്ക് സ്റ്റോപ്പാവും. അതുകൊണ്ട് നമ്മൾ വിട്ടുകൊടുക്കുക. എനിക്കറിയില്ല കർത്താവേ, ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങാകുന്ന സർവജ്ഞനായ ഭരണകർത്താവിൻ്റെ ഈ ജ്ഞാനം എൻ്റെ ശുശ്രൂഷയിലൂടെ ലോകം മുഴുവനും കൊണ്ട് നടന്ന് ജ്ഞാനം അഥവാ ഏഷ്യ 11:9 പൂർത്തിയാക്കണം. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം ലോകം മുഴുവൻ നിറയുന്നതിന് നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചാലാവുന്നു ഇല്ലേ? നമ്മുടെ എല്ലാ മേഖലകളിലും സഭ മുഴുവനും നമ്മുടെ ഓരോ ശുശ്രൂഷ, ഓരോ അപ്പസ്റ്റോലേറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒന്ന് സ്തുതിച്ചൊരു മധ്യസ്ഥ പ്രാർത്ഥന. നമ്മുടെ കോൺഗ്രിഗേഷൻ, നമ്മുടെ സഭാ മേധാവികൾ, ബിഷപ്പുമാർ, വൈദികർ, സുപ്പീരിയേഴ്സ്, ഈവൻ കാറ്റഗിസം ടീച്ചേഴ്സ്, ഇവരെല്ലാവരും ഈ ജ്ഞാനം കൊണ്ട് നിറയുന്നതിന് വേണ്ടി സാധിക്കുന്ന ഒച്ചയിൽ പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കണമേ, ജ്ഞാനം കൊണ്ട് നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാർപ്പാപ്പയിൽ നിറയണമേ, കർദിനാളന്മാരിൽ നിറയണമേ, എല്ലാ ബിഷപ്പുമാരിൽ നിറയണമേ, എല്ലാ വൈദികരിലും നിറയണമേ, എല്ലാ സിസ്റ്റേഴ്സിലും നിറയണമേ, എല്ലാ ആത്മായ വിശ്വാസികളിലും നിറയണമേ, എല്ലാ യുവതി യുവാക്കളിലും നിറയണമേ, എല്ലാ കുഞ്ഞു മക്കളിൽ നിറയണമേ, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിറയണമേ, എല്ലാ ജാതി മതസ്ഥരിലും നിറയണമേ, എല്ലാ അധികാരികളിലും നിറയണമേ, എല്ലാ രാഷ്ട്ര തലവന്മാരിൽ നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ പൊളിറ്റിക്കൽ ലീഡേഴ്സിലും നിറയണമേ, എല്ലാ നിരീശ്വരവാദികളിലും നിറയണമേ. ദൈവരാജ്യത്തിന്റെ രഹസ്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമാറ് ഞങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, 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 ജീവൻ നൽകുമോരപ്പം നീ, മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവീ, ദൈവത്തിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുധരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ
ദിവ്യവരങ്ങൾ ജ്ഞാനമേ, സർവജ്ഞനായ പരമകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകൻ, ഞങ്ങളെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ വാഴ്ത്തിടും, ദൈവനാമം വാഴ്ത്തിടും, ദൈവവും മനുഷ്യനും മിശിഹാനാഥനെ വാഴ്ത്തിടും. മിശിഹാതൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടും, രക്ഷകനാ മിശിഹാ ദിവ്യനിണം വാഴ്ത്തിടും. വരനിരയാലൊളി വിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാം കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലയ ഉത്ഭവം വാഴ്ത്തിടും, സ്വർഗാരോപിത മാതാവേ തിരുനാമം വാഴ്ത്തിടും. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുഷ്യനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. നമുക്കിരിക്കാം. ഉള്ളിൻ്റെ ഉള്ളിൽ ദാഹിക്കുക. ദൈവം നമ്മൾക്ക് വലിയ ജ്ഞാനം തുറക്കാൻ വെമ്പൽ കൊള്ളുന്നു. കാരണം ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് ലോകത്തിൻ്റെ രക്ഷ. രക്ഷയെക്കുറിച്ച്, ദൈവത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് നമുക്ക് ലഭിച്ചാൽ മാത്രമേ ദൈവരാജ്യവും നീതിയും പടരുകയുള്ളൂ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ആദ്യം നിങ്ങൾ ദൈവരാജ്യവും അതിൻ്റെ നീതിയും അന്വേഷിക്കുക, അപ്പോൾ ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഫരിസേയരും നിയമജ്ഞരും ഈ ജ്ഞാനം മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. ആ അർത്ഥത്തിലാണ് ഈശോ പറഞ്ഞത്, അവരെ വിട്ടേക്ക്, അവർ അന്ധരെ നയിക്കുന്ന അന്ധരാണ്. അവിടെ ഈ അന്ധത എന്ന് പറയുന്നത് ഈ ദൈവിക ജ്ഞാനമില്ലാത്ത അവസ്ഥയാണ്. സുവിശേഷത്തിൽ എവിടെയെല്ലാം ഈശോ അന്ധന് കാഴ്ച കൊടുക്കുന്നതെല്ലാം പ്രതീകാത്മകമാണ്. യെശയ്യായിൽ കണ്ടത്, നീ പോയി പറയുവിൻ അന്ധർ കാണുന്നു എന്ന് പറയുന്നത് ഫിസിക്കലായിട്ടുള്ള ഒരു അന്ധത അകറ്റുന്നതിനെ കുറിച്ചല്ല. ഈശോയുടെ ജ്ഞാനമാകുന്ന വചനം പ്രഘോഷിക്കപ്പെടുന്നു, ആത്മീയ അന്ധത അകലുന്നു. ദൈവം പ്രത്യക്ഷനായിട്ട് ഭൂമിയിൽ ഇറങ്ങി വന്നിരിക്കുന്നത് കാണോട് കാണുന്നു, കണ്ടിട്ടും കാണാത്തവരും കേട്ടിട്ടും കേൾക്കാത്തവരും, എന്നാലും അതിൻ്റെ മധ്യത്തിൽ കാണുന്നവരും ഉണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ച് ഇതെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. നമ്മൾ അതിൻ്റെ പൂർണ്ണമായ വെളിവിലേക്കാണ് നീങ്ങുന്നത്. നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. നമ്മൾ അരമണിക്കൂർ കൊണ്ട് തിരിച്ച് വരണം. കാരണം നമുക്ക് നേരത്തെ 9:30 നിർത്താൻ നോക്കാം, 9:30 കേട്ടോ. അതുകൊണ്ട് അരമണിക്കൂർ കൊണ്ട് ഭക്ഷണം കഴിച്ചു വായോ. നമ്മളത് കഴിഞ്ഞിട്ട് കുറച്ച് പ്രാർത്ഥന, അത് കഴിഞ്ഞൊരു 13 മിനിറ്റുള്ളൂ കൊച്ചു ത്രേസ്യയുടെ ഒരു സിനിമ അല്ലെങ്കിൽ ആ മൂവി. അത് നമ്മുടെ ഒരു പ്രബോധന വിഷയമാണ്. ഇതിൻ്റെ എല്ലാം ഈ ജ്ഞാനത്തിൻ്റെ എല്ലാം ഒരു സമ്മേളനമാണ്. അതിവിടെ നല്ല സ്ക്രീനുണ്ട്.
സിസ്റ്റർ സംഗീത അത് നമ്മൾ കാണിക്കും. അതിനുശേഷം നമ്മൾ പരിശുദ്ധാത്മാവ് നയിക്കുന്ന മാതിരി നീങ്ങി 9:30 നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു.